Today, let us study about regression. Regression is actually a statistical device and it is used to study the relationship between two or more variables that are related. ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും തമ്മിലാണല്ലോ റിലേഷൻ ഉണ്ടാവുക. സോ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ ഒരു ചേഞ്ച് വന്നാൽ അത് ഡിപ്പെൻഡന്റ് വേരിയബിളിനെ എങ്ങനെ എഫക്ട് ചെയ്യും? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എക്സ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ വൈ ആണെങ്കിൽ എക്സ് 1 ആണെങ്കിൽ വൈ എത്ര, എക്സ് 2 ആണെങ്കിൽ വൈ എത്ര, എക്സ് 3 ആണെങ്കിൽ വൈ എത്ര എന്ന രീതിയിൽ നമുക്ക് ഒരു വേരിയബിൾ വെച്ച് മറ്റേ വേരിയബിളിന്റെ അസസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂൾ ആണ് റിഗ്രഷൻ. So regression analysis, it is actually an estimation of prediction of unknown value of one variable from the non variable. നമുക്ക് വാല്യൂ അറിയുന്ന വേരിയബിൾ അതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ്. എക്സിന്റെ വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് എക്സിന്റെ വാല്യൂ ഇന്നതാകുമ്പോൾ വൈ എന്താകും, എക്സിന്റെ വാല്യൂ അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ വൈന്റെ വാല്യൂ എന്താകും എന്ന രീതിയിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂൾ ആണ് റിഗ്രഷൻ അനാലിസിസ്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് റിഗ്രഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ റിഗ്രഷൻ. രണ്ട് വേരിയബിൾസ് മാത്രം ഉൾക്കൊള്ളുന്ന റിഗ്രഷനെയാണ് നമ്മൾ സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. Only two variables are included in this regression equation. Such an equation is called simple regression equation. And then multiple regression. In multiple regression analysis, there are more than two variables, and we try to find out the effect of two or more independent variables on one dependent variable. Multiple regression le രണ്ടിലധികം വേരിയബിൾസ് ഉണ്ടാകും. സോ അവിടെ നമ്മൾ ആ രണ്ടിലധികം വേരിയബിൾസിന്റെ എഫക്റ്റ് ആണ് പഠിക്കുന്നത്. മോർ ദാൻ വൺ വേരിയബിള് ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടാകും, ഡിപ്പെൻഡന്റ് വേരിയബിൾ ഒന്നേ ഉണ്ടാവുള്ളൂ. ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയ വൈനെ എഫക്റ്റ് ചെയ്യുന്ന എക്സ് ആൻഡ് സെഡ്. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഒന്നിലധികവും ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ഉണ്ടാകുന്ന കേസിലാണ് നമ്മൾ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഒരു ഡിപ്പെൻഡന്റ് വേരിയബിളും ആണ് ആ ഇക്വേഷനിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് ദർ ആർ 3 വേരിയബിൾസ് ലൈക്ക് ഈൽഡ്, റെയിൻഫോൾ, ടെമ്പറേച്ചർ, 3 വേരിയബിൾസ് ആയല്ലോ. അപ്പൊ ഈൽഡിനെ അഫക്റ്റ് ചെയ്യുന്നത് റെയിൻഫോളും ടെമ്പറേച്ചറും ആണ്, ക്രോപ്പ് ഈൽഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോ ഈൽഡ് ആണ് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ, റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഈ കേസിൽ രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾസും ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ക്രോപ്പ് ഈൽഡുമാണ് ഉള്ളത്. അപ്പൊ രണ്ടിലധികം വേരിയബിൾസ് ആയി. ഇൻ ദിസ് കേസ് വി ക്യാൻ കോൾ ഇറ്റ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. റിഗ്രഷന്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ് ലീനിയർ റിഗ്രഷൻ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ. സോ ഇഫ് വി പ്ലോട്ട് എ ബൈവേരിയറ്റ് ഡേറ്റ ഓൺ എ ഗ്രാഫ് പേപ്പർ, ആ പോയിന്റ്സ് ഒരു സ്കാറ്റർ ഡയഗ്രാമിനകത്താണല്ലോ വരുന്നത്. That will be more or less concentrated around a curve. അങ്ങനെയുള്ള കേർവിനെയാണ് നമ്മൾ കേർവ് ഓഫ് റിഗ്രഷൻ അല്ലെങ്കിൽ റിഗ്രഷൻ കേർവ് എന്ന് പറയുന്നത്. ഈ റിഗ്രഷൻ കേർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ആ റിഗ്രഷൻ എന്ന് പറയുന്ന പേരാണ് ലീനിയർ റിഗ്രഷൻ. And then in linear regression, the change in the dependent variable is proportionate to the change in the independent variable. ഡിപ്പെൻഡന്റ് വേരിയബിളിൽ വരുന്ന ചേഞ്ചും ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ വരുന്ന ചേഞ്ചും പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും. And then if the curve of regression is not a straight line, then we call the regression as curved regression or non-linear regression. In this case, the dependent variable does not change by a constant amount of change in the independent variable. അപ്പൊ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ വരുന്ന ചേഞ്ചിനോട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ മൂവ് ചെയ്യുന്നതെങ്കിൽ അത് ലീനിയർ റിഗ്രഷൻ ആണ്. അങ്ങനെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അല്ല ഡിപ്പെൻഡന്റ് വേരിയബിൾ മൂവ് ചെയ്യുന്നത് എങ്കിൽ അത് നോൺ ലീനിയർ റിഗ്രഷൻ ആണ്. അടുത്തതായിട്ട് നമുക്ക് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന ഒരു കോൺസെപ്റ്റ് പരിചയപ്പെടാം. When the bivariate data are plotted on a graph,
we get a scatter diagram. ഈ സ്കാറ്റർ ഡയഗ്രാമിൽ വരുന്ന പോയിന്റ്സ് ഒരു ലൈനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒരു ലൈൻ വരക്കാൻ കഴിഞ്ഞാൽ അതാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. എന്ന് വെച്ചാല് ലൈൻ വിച്ച് ഈസ് ക്ലോസർ ടു ദ പോയിന്റ്സ് ഓഫ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാമിൽ ഡിഫറെന്റ് പോയിന്റ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാ പോയിന്റ്സിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ നമുക്ക് ഏകദേശം മിഡിൽ ആയിട്ട് ഒരു ലൈൻ വരക്കാൻ കഴിഞ്ഞാൽ ആ ലൈനിനെയാണ് നമ്മൾ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. ഈ ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റിൽ നിന്ന് മറ്റുള്ള എല്ലാ പോയിന്റ്സിലേക്കും സിമിലർ ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാകുക. And so a regression line is a graphic technique to show the functional relationship between dependent and independent variables. It actually shows average relationship between variables. ഇനി എങ്ങനെയാണ് ഈ റിഗ്രഷൻ ലൈൻസ് ഡ്രോ ചെയ്യാന്ന് നോക്കാം. രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. ഇവിടെ നമ്മൾ മെഷർമെന്റ് ഒന്നും എടുക്കുന്നില്ല. എല്ലാ പോയിന്റ്സിലേക്കും ഈക്വൽ ആയിട്ട് ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ നമ്മൾ അതിന്റെ മിഡിൽ ആയിട്ട് ഒരു ലൈൻ വരക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ്. അനദർ വൺ നമ്മൾ മെഷർമെന്റ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് സ്കെയിൽ യൂസ് ചെയ്ത് വരക്കുകയാണ്. അതാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഈ രണ്ട് മെത്തേഡിലും നമുക്ക് റിഗ്രഷൻ ലൈന് വരയ്ക്കാം. ഇതില് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ റിഗ്രഷൻ ലൈൻ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒറിജിനൽ ഡാറ്റ ഗ്രാഫ് പേപ്പറിൽ പ്ലോട്ട് ചെയ്യാം. സാധാരണഗതിയിൽ നമ്മൾ ഒറിജിനൽ ഡാറ്റ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വേവ് ലൈക്ക് കർവ് ആണ് കിട്ടുക. ഈ വേവ് ലൈക്ക് കർവ് നമുക്ക് കാണിച്ചു തരുന്നത് ജനറൽ ടെൻഡൻസി ഓഫ് ദി ഡാറ്റ ആണ്. എന്ന് വെച്ചാൽ കർവ് ലൈക്ക് സ്ട്രക്ചർ വന്നിട്ട് നമുക്ക് മുകളിലേക്കോ താഴേക്കോ ഉള്ള ഒരു ടെൻഡൻസി നമുക്ക് കാണിച്ചു തരും. അപ്പൊ ആ ഒരു ടെൻഡൻസി നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ പോയിന്റ്സും ഇതിൽ പ്ലോട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ടേക്കൺ അലോങ് ദി ഹൊറിസോണ്ടൽ ആക്സിസ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ അലോങ് ദി വെർട്ടിക്കൽ ആക്സിസ്. ദെൻ വി ഡ്രോ എ സ്മൂത്ത് ഫ്രീ ഹാൻഡ് ലൈൻ. എങ്ങനെയെന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ടെൻഡൻസി ഓഫ് ദി ഒറിജിനൽ ഡാറ്റ. ആ ടെൻഡൻസി കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ലൈന് ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ദർ ഇസ് നോ ഫോർമുല ഓർ എനി സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയൻ വെർബൈ ദി അഡിക്വസി ഓഫ് സച്ച് എ ലൈൻ ക്യാൻ ബി ജഡ്ജ്. നമ്മൾ ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് വരയ്ക്കായത് കൊണ്ട് തന്നെ പലരും വരയ്ക്കുന്നതിൽ ചെറിയ ചെറിയ ഡിഫറൻസസ് ഒക്കെ വരും. അതുകൊണ്ട് നമുക്കത് അതിന്റെ അക്യുറസി എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. But care is taken that the line and the freehand curve be drawn in such a way that the area of the curve below and above the line are approximately equal. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് ആ ജനറൽ ടെൻഡൻസി കിട്ടുള്ളൂ. അതാണ് റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതേപോലെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാണ്. ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് പ്ലോട്ട് ചെയ്തെടുത്തിട്ടാണ് ഇപ്പൊ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് നെക്സ്റ്റ് പോയിന്റ് പ്ലോട്ട് ചെയ്യുക. അത് പ്ലോട്ട് ചെയ്തതിനു ശേഷമാണ് ഈ ലൈൻ നമ്മൾ വരക്കുക. ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരക്കുക. സെക്കൻഡ് പോയിന്റ് കുറച്ച് താഴെയാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ് കുറച്ച് മുകളിലേക്കാണ്. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് പോയിന്റിൽ നിന്ന് തേർഡ് പോയിന്റിലേക്ക് കുറച്ച് മുകളിലേക്കാണ് പോയത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് അത് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിലേക്ക് നമ്മൾ വരച്ചു. ദെൻ ഇറ്റ് ഈസ് ഗോയിങ് അപ്വേർഡ്. അപ്പൊ ഈ രീതിയിലാണ് ഇപ്പൊ നമുക്ക് ആക്ച്വൽ പ്ലോട്ട് ചെയ്ത പോയിന്റ്സ് തമ്മിൽ യോജിപ്പിച്ചപ്പോ കിട്ടിയ ഒരു വേവ് ലൈക്ക് സ്ട്രക്ചർ. ഒറിജിനൽ പോയിന്റ്സ് ആണ് ഈ ഓരോ സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ഒറിജിനൽ പോയിന്റ്സ് ആണ്. ആ ഒറിജിനൽ പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെയാണ് ഒരു ഫസ്റ്റ് പോയിന്റ്. അതാണ് നമ്മൾ ലൈൻ എന്ത് ചെയ്തത് ഇവിടുന്ന് ഇതിലേക്ക് വരച്ചത്. സെക്കൻഡ് പോയിന്റ് പ്ലോട്ട് ചെയ്ത സ്ഥലം ഇതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പോയിന്റിൽ നിന്ന് സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മളൊരു വര വരച്ചു. ദെൻ തേർഡ് പോയിന്റ് ഇവിടെ വന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ നിന്ന് അതിലേക്ക് നമ്മൾ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരക്കുന്നത്. ആൻഡ് ദെൻ ഇവിടെ നിന്ന് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവിടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്. അപ്പൊ അതിലേക്ക് എത്തി. ഇപ്പൊ നമുക്കൊരു വേവ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഡാറ്റ മുകളിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ള ഒരു ടെൻഡൻസി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഈ എല്ലാ പോയിന്റ്സും ഈ പോയിന്റും ഈ പോയിന്റ് അങ്ങനെ എല്ലാ പോയിന്റ്സിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന രീതിയിൽ നമുക്ക് ഒരു ലൈൻ വരക്കാം. ആ ടെൻഡൻസി കാണിക്കാനുള്ള ഒരു ലൈൻ. സി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, അതേപോലെ ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇതൊക്കെ ഏകദേശം സിമിലർ ആവണം. ആ രീതിയിൽ വേണം നമ്മൾ ഈ വര വരക്കാനായിട്ട്. ഏകദേശം സിമിലർ ആവുന്ന രീതിയിൽ നമ്മൾ വരച്ചാലേ അത് കുറച്ചുകൂടി അക്യുറേറ്റ് ആവുള്ളൂ. പക്ഷെ എങ്ങനെ വരച്ചാലും കുറച്ച് ഡിഫറൻസുകൾ വരും. കാരണം ആ രീതിയിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കല്
ഇമ്പോസിബിൾ ആയതുകൊണ്ട് തന്നെ ഇമ്പോസിബിൾ എന്ന് പറയുന്നതിലുപരിയായിട്ട് ചിലപ്പോൾ അത് എന്താണ് ഹാർഡ് ആയിരിക്കും, ഇറ്റ് ഈസ് റിസ്കി എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു ലൈന് ഈക്വൽ ഡിസ്റ്റൻസിൽ എല്ലാ പോയിന്റിലേക്കും വരുന്ന രീതിയിൽ ഒരു ലൈന് വരച്ചാൽ അതാണ് ഇതിൽ വരുന്ന റിഗ്രഷൻ ലൈൻ. ബട്ട് ഇത് നമ്മൾ സ്കെയിൽ യൂസ് ചെയ്തോ അല്ലെങ്കിൽ മെഷർമെന്റ് യൂസ് ചെയ്തോ ഒന്നും വരയ്ക്കാത്തത് കൊണ്ട് ഇത് എത്രത്തോളം ഡിപ്പെൻഡന്റ് ആണ്, നമുക്ക് എത്ര ഇതിൽ ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയും, ഇത് ശരിയാണെന്ന് പറയാൻ കഴിയും എന്നുള്ളതിലാണ് ഇവിടുത്തെ ഇഷ്യൂ വരുന്നത്. സോ ദിസ് ബ്ലൂ ലൈൻ ദാറ്റ് ഈസ് ദ റിഗ്രഷൻ ലൈൻ. നമ്മൾ ടെൻഡൻസി നമുക്ക് കാണിച്ചു തരുന്ന ലൈനാണ് റിഗ്രഷൻ ലൈൻ. എല്ലാ പോയിന്റ്സിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് നടുക്കൂടെ വരച്ച ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ഓൾ ദ പോയിന്റ്സ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ലൈനാണ് റിഗ്രഷൻ ലൈൻ. അപ്പോ ഇനി സെക്കൻഡ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ റിഗ്രഷൻ ലൈൻ വരയ്ക്കാമെന്ന് നോക്കാം. ഹിയർ വി ആർ ഡ്രോയിങ് ദ ലൈൻ ബൈ അപ്ലൈങ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് റിഗ്രഷൻ ലൈൻ വരച്ച അത്ര സിമ്പിൾ അല്ല മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കാം. ഇവിടെ ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് നമ്പേഴ്സ് വാല്യൂസ് കിട്ടിയ ശേഷം മാത്രമേ നമുക്ക് റിഗ്രഷൻ ലൈന് വരയ്ക്കാൻ കഴിയുള്ളൂ. എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദാറ്റ് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് the line of best fit should be drawn in such a manner that sum of the squares of difference between the non-values of the dependent variable and the corresponding values of it obtained from the line of best fit should be the least. അപ്പൊ ഈ ഒരു ഫോർമുല വെച്ചിട്ട് ഉള്ള കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. സ്ക്വയേഴ്സ് ഓഫ് difference between the values of dependent variable and the corresponding values of it obtained from the line of best which should be the least ആവുന്ന രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻസ് നമ്മൾ നടത്തിയിട്ട് ആ കാൽക്കുലേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള ഫോർമുല ഉണ്ട്, ഈ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫോർമുല ഉണ്ട്. ആ ഫോർമുല പഠിച്ചാൽ നമുക്ക് ഈ രീതിയിലും ചെയ്യാൻ കഴിയും. നമുക്ക് റിഗ്രഷൻ ലൈൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. There are two regression lines. രണ്ട് റിഗ്രഷൻ ലൈൻസ് ആണുള്ളത്. അതിൽ ആദ്യത്തേത് predicting y for any value of x. എക്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള വൈന്റെ വാല്യൂ പ്രഡിക്റ്റ് ചെയ്യുന്നതാണ് ഫസ്റ്റ് ലൈൻ. ഈ കേസിൽ എക്സ് ഇൻഡിപെൻഡന്റ് ആണ്, വൈ ഡിപെൻഡന്റ് ആണ്. എക്സിനെ ബേസ് ചെയ്തുകൊണ്ട് വൈനെ ഡിപെൻഡന്റ് ആയ വൈന്റെ വാല്യൂ ആണ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ എക്സ് ഇൻഡിപെൻഡന്റ്, എക്സിനെ ബേസ് ചെയ്തുകൊണ്ട് വൈ ഫൈൻഡ് ചെയ്യുമ്പോൾ y is dependent. We have to find y on the basis of x. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ പറയുന്നത് ലൈൻ ഓഫ് റിഗ്രഷൻ ഓഫ് y on x. y ഡിപെൻഡന്റ് ആണ് on x. അപ്പോൾ ലൈൻ ഓഫ് റിഗ്രഷൻ ഓഫ് y on x. ഇനി സെക്കൻഡ് ലൈൻ is predicting x for any value of y. ഈ കേസിൽ x is dependent and y is independent. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? We predict x on the basis of y. Predicting x on the basis of y എന്ന് പറയുമ്പോൾ ലൈൻ ഓഫ് റിഗ്രഷൻ ഓഫ് x on y. ഇത് രണ്ടുമാണ് രണ്ട് റിഗ്രഷൻ ലൈൻസ്. We can understand that regression equations are the equations of the regression lines. It is a mathematical relation between the dependent and independent variables. ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റുമായ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് റിഗ്രഷൻ ഇക്വേഷൻസ്. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ റിഗ്രഷൻ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു റിഗ്രഷൻ ഇക്വേഷൻസ്, ദാറ്റ് ഈസ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x ആൻഡ് x on y. ഇനി ഇതിന് രണ്ടിനും ഉള്ള ഇക്വേഷൻസ് നോക്കാം. y minus y bar is equal to byx into x minus x bar. ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y on x. അതേപോലെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x on y എന്ന് പറയുന്നത് x minus x bar is equal to bxy into y minus y bar. ഇത് രണ്ടും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ബേസിൽ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ കുറെയൊക്കെ ഒഴിവാക്കാൻ കഴിയും. See, y on the basis of x. അപ്പോ y ഡിപെൻഡന്റ് ആണ്,
ഓൺ എക്സ്, വൈ എക്സിമേൽ ഡിപെൻഡന്റ് ആയി കിടക്കുന്നതുകൊണ്ടാണ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഫോർമുലയിൽ നമ്മൾ എന്താ വൈ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കേണ്ടത്. വൈ മൈനസ് വൈ ബാർ, വൈ ഡിപെൻഡന്റ് ഓൺ എക്സ് ആണെങ്കിൽ നമ്മൾ ഇവിടെ വൈ മൈനസ് വൈ ബാർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കും. ഇസ് ഈക്വൽ ടു ബി വൈ എക്സ്, ഇവിടെ ബി കഴിഞ്ഞിട്ട് ആദ്യം വൈ വരും. വൈ ആണല്ലോ ഡിപെൻഡന്റ്, അപ്പൊ ഇവിടെയും വൈ, ഇവിടെ വൈ മൈനസ് വൈ ബാർ, ഇവിടെയും വൈ ആണ് വരുന്നത് ആദ്യം. ആൻഡ് ബാക്കിയുള്ള ഫോർമുല നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ, ഇവിടെ ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പൊ ഇവിടെ ആദ്യം വരുന്നത് എക്സ് ആണ്. എക്സ് ആണ് ഡിപെൻഡന്റ് ഓൺ വൈ, വൈ ഇൻഡിപെൻഡന്റ് ആണ്. എക്സ് ഡിപെൻഡ് ഓൺ വൈ. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് മൈനസ് എക്സ് ബാർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കും. പിന്നെ ബി വൈ എക്സ് ആണോ ബി എക്സ് വൈ ആണോ എഴുതേണ്ടതെന്നുള്ളതാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പുറത്ത് എക്സ് ആയതുകൊണ്ട് ബി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് എക്സ് ആണ്. ദെൻ സെയിം വൈ മൈനസ് വൈ ബാർ, ഇവിടെ വൈ മൈനസ് വൈ ബാർ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, എക്സ് മൈനസ് എക്സ് ബാർ ഇടും. ഇവിടെ എക്സ് മൈനസ് എക്സ് ബാർ ആണെങ്കിൽ ഇവിടെ വൈ മൈനസ് വൈ ബാർ ഇടും. അതുപോലെ ഇവിടെ വൈ ആണെങ്കിൽ നമ്മൾ ഇവിടെ ബി വൈ കഴിഞ്ഞിട്ടാണ് എക്സ് ഇടുക. ഇവിടെ എക്സ് ആയതുകൊണ്ട് നമ്മൾ ബി കഴിഞ്ഞ് എക്സ് കഴിഞ്ഞിട്ടാണ് വൈ ഇടുക. ഈ ബേസിസിൽ നമുക്ക് രണ്ട് ഇക്വേഷൻസിന്റെയും ഫോർമുലകൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയും. ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് കൊണ്ടുവരുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു ഇക്വേഷനിലേക്കാണ്. y ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. അപ്പൊ ഈ ഇക്വേഷനിലേക്കുള്ള വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാണ് നമ്മൾ ഈ ഒരു ഭാഗം ചെയ്യുന്നതിലൂടെ. ഇവിടെ നമുക്ക് y ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്, ഈ ബിന്റെയും എന്റെയും വാല്യൂസ് നമുക്ക് ഈ ഇക്വേഷൻ വർക്ക്ഔട്ട് ചെയ്താൽ നമുക്ക് കിട്ടും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ എക്സ് വാല്യൂസ് മാറ്റിയിട്ട് കൊടുത്ത് വൈന്റെ വാല്യൂ നമുക്ക് കാണാൻ പറ്റും. ഇതും അതേപോലെ തന്നെയാണ്. ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂനെ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. എക്സ് ഈസ് ഡിപെൻഡിങ് ഓൺ വൈ, എക്സ് ഓൺ വൈ. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എയും ബിയും കിട്ടും. പിന്നെ വൈന്റെ വാല്യൂ ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്താൽ നമുക്ക് വൈന്റെ ഓരോ വാല്യൂവിനുള്ള എക്സിന്റെ വാല്യൂ എന്താണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് റിഗ്രഷൻ ലൈൻ എന്ന് പറഞ്ഞ് കിട്ടുന്നത് ഈ രണ്ട് ഇക്വേഷൻസും ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് ബി വൈ എക്സ്. ഈ ബി വൈ എക്സ് ആണ് ഈ ഇക്വേഷനിൽ ഇപ്പൊ നമുക്ക് അറിയാത്ത ഒരു കാര്യമുള്ളത്. വൈ നമുക്കറിയാം, വൈ ബാർ അറിയാം, എക്സ് അറിയാം, എക്സ് ബാർ അല്ലെങ്കിൽ എക്സിന്റെ മീൻ അതൊക്കെ നമുക്കറിയാം. ബി വൈ എക്സ് കാണാൻ ഒരു ഫോർമുലയുണ്ട്. ദിസ് ഇസ് ദ ഫോർമുല. n sigma xy minus sigma x into sigma y divided by n sigma x square minus sigma x whole square. ഇത് നമ്മുടെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫോർമുല കാണുന്നതിന്റെ ഒരു ഭാഗമാണ്. ഇതിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കാൾ പിയേഴ്സൺസ് ഫോർമുലയാകും. ഫോർ ഫൈൻഡിങ് കോറിലേഷൻ അല്ലെങ്കിൽ കാൾ പിയേഴ്സൺസ് ഫോർമുലയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഈ ഫോർമുലയിലേക്ക് എത്താൻ കഴിയും. അതും ഓർമ്മയിലിരിക്കാനായിട്ട് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ 6 കാണുന്ന ഫോർമുലയും ഈ ഫോർമുലയും വെച്ചിട്ട് ഡിഫറൻസ് ഒന്ന് അനലൈസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിൽ ഓർത്ത് വെക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ബി വൈ എക്സ് കാണുന്നത്. ദെൻ ബി എക്സ് വൈ ആണ് പിന്നെ നമുക്ക് എക്സ് ഓൺ വൈ റിഗ്രഷൻ ഇക്വേഷനിൽ അറിയാത്തത്. അതിനുള്ള ഫോർമുലയാണ് ഈ കാണുന്നത്. ഇതും കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിൽ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഒഴിവാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഈ രണ്ട് ഫോർമുലയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി തരാം. ബി വൈ എക്സ് ആൻഡ് ബി എക്സ് വൈ രണ്ടിന്റെയും ന്യൂമറേറ്റർ സെയിം ആണ്. n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇവിടെ അത് തന്നെയാണ് n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇനി താഴത്ത് നോക്കാം. ബി വൈ എക്സ് ആണെങ്കിൽ താഴെ നമ്മൾ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്തതിന്റെ നേരെ തിരിച്ച്. ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിരുന്നത് y ആണ് ഇവിടെയെങ്കിൽ ആദ്യം y കൊടുക്കുക, ബി കഴിഞ്ഞിട്ട് y ഇവിടെ കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഇനി ബി വൈ എക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു വരുമ്പോൾ ഡിനോമിനേറ്ററിലുള്ളതാണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം,
ബി വൈ എക്സ് ആണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത് എക്സുകളാണ്. n സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. ഇവിടെ ബി കഴിഞ്ഞ പാട് വരുന്നത് എക്സ് ആണ്. അപ്പൊ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. വൈ ആണ് എക്സിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് കൊടുക്കേണ്ടത്. എക്സിന്റെ മീൻസ് ബി എക്സ് വൈ, എക്സ് ആദ്യം വരുന്ന കേസിൽ നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ആണ്. അപ്പോ ബി കഴിഞ്ഞിട്ട് വൈ ആണ് ആദ്യം വരുന്നതെങ്കിൽ ഡിനോമിനേറ്ററിൽ എക്സ് കൊടുക്കുക. എക്സ് ആണ് ആദ്യം വരുന്നതെങ്കിൽ ഡിനോമിനേറ്ററിൽ വൈ കൊടുക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യേണ്ടത്. അതാണ് ഈ രണ്ട് ഇക്വേഷൻസും തമ്മിലുള്ള ഡിഫറൻസ്. ന്യൂമറേറ്റർ അല്ലെങ്കിൽ മുകളിലുള്ളത് സെയിം ആണ്. ഇനി ഇക്വേഷൻ ഓർത്ത് വെക്കാനായിട്ട് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിൽ 6 കാണുന്ന ഇക്വേഷൻ അതും ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഈ ഇക്വേഷൻ മനസ്സിൽ ഉറപ്പിക്കാൻ എളുപ്പമായിരിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ ബി വൈ എക്സും ബി എക്സ് വൈയും ഇതിനെയാണ് നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. ബി വൈ എക്സിനെയും ബി എക്സ് വൈനെയും രണ്ടിനും നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻസ് എന്ന് പറയാം. കാരണം ഒന്ന് എക്സ് ഓൺ വൈൻ്റെതാണ്, മറ്റേത് വൈ ഓൺ എക്സിൻ്റെതാണ്. ആ ഡിഫറൻസേ ഉള്ളൂ. രണ്ടും റിഗ്രഷൻ കോഎഫിഷ്യൻസ് ആണ്. അടുത്തതായിട്ട് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ, അപ്പൊ എക്സ് ഡിപ്പെൻഡന്റ് ആണ് ഓൺ വൈ. എക്സ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ വൈ. അപ്പൊ നമുക്ക് യൂസ് ചെയ്യേണ്ട ഫോർമുല ഇതാണ്. എക്സ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ വൈ എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സിനെ ആദ്യം എടുക്കുന്നു. സി ഹിയർ എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി കഴിഞ്ഞിട്ട് എക്സ് ആദ്യം വരണം. ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇനി നമുക്ക് എക്സ് ആൻഡ് വൈ വാല്യൂസ് ഒന്ന് കോളം വൈസ് എഴുതാം. എക്സ് വാല്യൂസ് എഴുതിയിട്ടുണ്ട്. സിഗ്മ എക്സ് ഇസ് 23. വൈ വാല്യൂസ് നമ്മൾ കോളം വൈസ് എഴുതി. സിഗ്മ വൈ ഇസ് 20, അതും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എക്സ് വൈ എന്ന് വെച്ചാൽ കോറിലേഷൻ കോഎഫിഷ്യന്റിലെ ഒരു ഭാഗമാണല്ലോ ഈ ഇക്വേഷൻ. ഇവിടെ നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ. അപ്പൊ ഈ ഇക്വേഷന് വേണ്ടത് എന്തൊക്കെയാണെന്നനുസരിച്ച് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് വൈ വേണം. അപ്പോ എക്സ് വൈ എടുത്ത് എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ. ഓരോ എക്സ് വാല്യൂസും ഇൻറ്റു വൈ. 5 into 4 is 20. ആ രീതിയിൽ. ദെൻ നമുക്ക് ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ഇവിടെ ആവശ്യമില്ല ഈ ഇക്വേഷന്, വൈ സ്ക്വയർ മതി. അപ്പൊ വൈ സ്ക്വയർ എഴുതുക. ദാറ്റ് ഈസ് 4 into 4 16. ആ രീതിയിൽ എഴുതുക. ദാറ്റ് ഈസ് സിഗ്മ വൈ സ്ക്വയർ ഈസ് 110. അത്രയും നമുക്ക് കിട്ടി. ഇനി ഫോർമുലയിലേക്ക് ഉള്ളതെല്ലാം ആയോ നോക്കാം. നമ്മുടെ ഫോർമുല ബി എക്സ് വൈ ആണല്ലോ നമുക്കിപ്പോ വേണ്ട റിഗ്രഷൻ കോഎഫിഷ്യന്റ്, ബി എക്സ് വൈ. അപ്പോ ആദ്യം ന്യൂമറേറ്റർ സെയിം ആണ്. എക്സ് വൈ ആയാലും ബി എക്സ് വൈ ആയാലും ബി വൈ എക്സ് ആയാലും ന്യൂമറേറ്റർ സെയിം ആണ്. അത് ആദ്യം എഴുതി വെക്കാം. ഞാൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഇതിലേക്കുള്ള സിഗ്മ എക്സ് വൈയും സിഗ്മ എക്സും സിഗ്മ വൈയും ഒക്കെ നമ്മൾ അവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ദെൻ താഴേക്ക് ഡിനോമിനേറ്ററിലേക്ക് നോക്കുമ്പോൾ എൻ കോമൺ ആണ്. ദെൻ സിഗ്മ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെയൊക്കെ എക്സ് ആദ്യം ഉള്ളതുകൊണ്ട് എക്സ് ആദ്യം എഴുതും. പക്ഷേ റിഗ്രഷൻ കോഎഫിഷ്യന്റ് കാണുമ്പോൾ ബി എക്സ് വൈ ആണെങ്കിൽ വൈ ആണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എടുത്ത് എഴുതുന്നത്. സോ എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ സ്ക്വയർ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതാ 110 ആണ്. ദെൻ സിഗ്മ വൈ ഹോൾ സ്ക്വയർ, സിഗ്മ വൈ ഇത് അവിടെ ഉണ്ട്, 20 ഉണ്ട്. 20 സ്ക്വയർ ആണ്. അപ്പൊ എല്ലാ വാല്യൂസും ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇക്വേഷനിലേക്ക് വാല്യൂസ് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. വാല്യൂ ഇതാ n is 5. n നമുക്ക് വേറെ കൊടുത്തിട്ടില്ല. വി ഹാവ് ടു കൗണ്ട്. എത്ര ഉണ്ട്? 1 2 3 4 5. അപ്പൊ 5 ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ 5 എന്ന് കൊടുത്തു. സിഗ്മ എക്സ് വൈ 114 ഒക്കെ ഇക്വേഷൻസിൽ നമുക്ക് കിട്ടിയതാണ്. Then sigma x into sigma y 23 into 20 divided by n sigma y square 5 into 110 minus 20 square. അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം ബി എക്സ് വൈയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. Then we get bxy as 110 divided by 150, that is 0.73. അപ്പോൾ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യന്റ് കിട്ടി. bxy എന്ന റിഗ്രഷൻ കോഎഫിഷ്യന്റ് കിട്ടി 0.73. ഇനി നമുക്ക് എക്സ് ബാറും വൈ ബാറും കിട്ടണം.
x ബാറും y ബാറും ഫൈൻഡ് നമുക്കറിയാലോ, സിഗ്മ എക്സ് ബൈ എൻ ആൻഡ് y ബാർ ഈസ് സിഗ്മ y ബൈ എൻ. അത് ചെയ്ത് നമുക്ക് എക്സ് ബാർ ഈസ് 4.6 ആൻഡ് y ബാർ ആസ് 4 നമുക്ക് കിട്ടും. ദെൻ ഇനി നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യണം. എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഈ ഫോർമുലയിലേക്ക് നമ്മൾ ഈ റിഗ്രഷൻ കോഎഫിഷ്യന്റും എക്സ് ബാറും വൈ ബാറും ഒക്കെ നമുക്ക് ഈ ഫോർമുലയിൽ കൊണ്ട് അപ്ലൈ ചെയ്യണം. അതിനാണ് നമ്മളിപ്പോ എക്സ് ബാർ ഫൈൻഡ് ചെയ്തു, വൈ ബാർ ഫൈൻഡ് ചെയ്തു, ബി എക്സ് വൈയും നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി ആ ഫോർമുലയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് മൈനസ് എക്സ് ബാർ നമുക്ക് 4.6 കിട്ടിയല്ലോ, അപ്പൊ 4.6 നമ്മൾ ഇവിടെ എഴുതുന്നുണ്ട്. Then bxy, the bxy is 0.73. Then y minus y bar നമുക്ക് 4 കിട്ടിയല്ലോ, അപ്പൊ 4 നമ്മൾ ഇതാ ഇവിടെ എഴുതുന്നുണ്ട്. അങ്ങനെ നമുക്ക് കിട്ടിയ bxyയും x ബാറും y ബാറും യൂസ് ചെയ്ത് നമ്മൾ ഈ ഫോർമുലയിൽ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് x ഓൺ y നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. 0.73 ഇൻറ്റു y മൈനസ് y ബാർ ആണല്ലോ ഈ ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. 0.73 ഇൻറ്റു y മൈനസ് 4, y മൈനസ് y ബാർ നമുക്ക് 4 അപ്ലൈ ചെയ്തുകൊണ്ട് y മൈനസ് 4. അപ്പൊ ഇനി നമുക്ക് ആ കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഈ മൈനസ് 4.6 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ഇപ്പുറത്ത് വരുമ്പോൾ അത് പ്ലസ് 4.6 ആയിട്ട് മാറി. മൈനസ് 4.6 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 4.6 ആയിട്ടുണ്ട്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു, ഈ മൾട്ടിപ്ലിക്കേഷനും ചെയ്തു കേട്ടോ, അപ്പൊ 0.73 y മൈനസ് 0.73 ഇൻറ്റു 4 പ്ലസ് ഇപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന 4.6. ഇനി ആ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് x is equal to 0.73y plus 1.68 എന്നാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. x is equal to 0.73y plus 1.68. x is equal to നമുക്ക് കിട്ടിയിട്ടുള്ളത് x എന്തായിരിക്കും, y-ന്റെ സ്ഥിതി ഇങ്ങനെയാണ്, റിഗ്രഷൻ ലൈൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ എക്സ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ എന്ന ഫോർമുലയാണിത്. എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ, ഇതാണ് എക്സ്, ഇതാണ് എ, ആൻഡ് ദിസ് ഇസ് എ പ്ലസ് ബി വൈ എന്ന് പറഞ്ഞല്ലോ, ആ ബി വൈ ആണ് ഇത്. ഇനി നമുക്ക് എക്സ്, ഇപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിലുണ്ടല്ലോ എക്സ് 5 ആയിരിക്കുമ്പോൾ വൈ 4 ആണ്, വൈ 5 ആയിരിക്കുമ്പോൾ എക്സ് 6 ആണ് എന്ന റിലേഷൻ വെച്ചിട്ടാണല്ലോ നമ്മളിപ്പോ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് ഈ വൈ 1 ആയിരിക്കുമ്പോൾ എക്സ് എത്രയാണ്, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈ 1 ആയിരിക്കുമ്പോൾ എക്സ് എത്രയാണ്, ഇനി വൈ 2 ആയിരിക്കുമ്പോൾ എക്സ് എത്രയാണ്, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടില്ലാത്ത കാര്യങ്ങളാണ് നമുക്കിനി ആവശ്യമെങ്കിൽ എത്ര കാലത്തേക്കുള്ളത് നമുക്ക് ഇതിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. വൈ 10 ആണെങ്കിൽ എക്സ് എത്ര, വൈ 20 ആണെങ്കിൽ എക്സ് എത്ര, ബാക്കി ഇക്വേഷനിലെ വാല്യൂസ് മാറുന്നില്ല. അങ്ങനെ വൈ മാറുന്നതിനനുസരിച്ച് എക്സിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിഗ്രഷൻ ഇക്വേഷൻ ആണിത്. ഇതാണ് ഇവിടുത്തെ റിഗ്രഷൻ ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോ മറ്റൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഹിയർ the question is to form two regression equations. അപ്പൊ രണ്ട് റിഗ്രഷൻ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, x on y യും y on x ഉം. And calculate husband's age when wife's age is 16. വൈഫിന്റെ ഏജ് 16 ആണെങ്കിൽ ഹസ്ബൻഡിന്റെ ഏജ് എന്തായിരിക്കും എന്ന് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി കാൽക്കുലേറ്റ് ചെയ്യാം. ഓൾസോ ഫൈൻഡ് ദി ഏജ് ഓഫ് വൈഫ് വെൻ ഹസ്ബൻഡ്സ് ഏജ് ഇസ് 40. ഹസ്ബൻഡിന്റെ ഏജ് 40 ആണെങ്കിൽ വൈഫിന്റെ ഏജ് എന്തായിരിക്കും, അതുകൂടി നമുക്ക് ഇതിന്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. ഹസ്ബൻഡിന്റെ ഏജും വൈഫിന്റെ ഏജും എങ്ങനെയാണ് എന്നുള്ള ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് എക്സ് ഓൺ വൈയും മറ്റേത് വൈ ഓൺ എക്സും ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഹസ്ബൻഡിന്റെ ഏജ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, സോ എക്സ് നമ്മൾ കോളം വൈസ് എഴുതുകയാണ്. 36, 23, 27, 28, 28 നമ്മൾ കോളം വൈസ് എടുത്ത് എഴുതിയിട്ടുണ്ട്. സിഗ്മ എക്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. 300 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി വൈഫ്സ് ഏജ് വൈ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം, അങ്ങനെ പരിഗണിക്കാം.
വൈയും കോളം വൈസ് എടുത്ത് എഴുതി സിഗ്മ വൈയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 250. ഇനി എക്സ് വൈ എക്സ് ഇൻറ്റു വൈ ഓരോ എക്സ് വാല്യൂസും വൈ വാല്യൂസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ എക്സ് സ്ക്വയർ എക്സ് വാല്യൂസിന്റെ സ്ക്വയർ ആണ് നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് രണ്ട് ഇക്വേഷനും ഫോം ചെയ്യാനുള്ളത് കൊണ്ട് രണ്ടും വേണം, എക്സ് സ്ക്വയറും വേണം വൈ സ്ക്വയറും വേണം. അപ്പൊ വൈ സ്ക്വയറും നമ്മൾ ഫൈൻഡ് ചെയ്യണം. വൈന്റെ ഓരോ വാല്യൂസും സ്ക്വയർ ചെയ്യാം എന്നുവെച്ചാൽ വൈ ഇൻറ്റു വൈ 29 ഇൻറ്റു 29 18 ഇൻറ്റു 18 ആ രീതിയിലാണല്ലോ നമ്മൾ സ്ക്വയർ ചെയ്യാം. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അതിന്റെ സിഗ്മ വൈ സ്ക്വയർ നമുക്ക് ടോട്ടൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് രണ്ട് ഫോർമുലയും യൂസ് ചെയ്യേണ്ടതുണ്ട്. ബി എക്സ് വൈയും ബി വൈ എക്സും എടുക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ബി എക്സ് വൈ എടുക്കുക. എക്സ് ഓൺ വൈ എന്ന് വെച്ചാൽ ഹസ്ബൻഡ്സ് ഏജ് ഓൺ വൈഫ്സ് ഏജ്. അപ്പൊ ഹസ്ബൻഡ്സ് ഏജ് ആണ് ഇവിടെ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്നത്. എക്സ് ഓൺ വൈ എക്സ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ വൈ. അപ്പൊ അത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ബി എക്സ് വൈ ഫോർമുല യൂസ് ചെയ്യാം റിഗ്രഷൻ കോഎഫിഷ്യന്റ് കാണാനായിട്ട്. ഇവിടെ ഞാൻ ഇക്വേഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഇക്വേഷൻസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അപ്ലൈ ചെയ്തതാണ് കൊടുത്തത്. ഇക്വേഷൻസ് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നിന്ന് നോക്കിയെടുക്കാം. ദെൻ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു 0.75 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എക്സ് ബാറും വൈ ബാറും നമുക്ക് ഇതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എക്സും വൈയും വാല്യൂസും സിഗ്മ എക്സ് ഒക്കെ നമ്മൾ ഫൈൻഡ് ചെയ്തല്ലോ. സോ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ, വൈ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ബൈ എൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ദെൻ ബി വൈ എക്സ് നമ്മൾ ഫൈൻഡ് ചെയ്യാണ്. ബി വൈ എക്സിനും ഫോർമുല കൊടുത്തിട്ടില്ല. ഫോർമുലയ്ക്ക് ഡയറക്റ്റ് നമ്മൾ വാല്യൂസ് അപ്ലൈ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഫോർമുല നിങ്ങൾക്കറിയാമല്ലോ. ദെൻ അതും എടുക്കുമ്പോഴും ന്യൂമറേറ്റേഴ്സ് കണ്ടോ, രണ്ടും സെയിം ആണ്. രണ്ടിലും സെയിം ന്യൂമറേറ്റർ ആണ്. ഡിനോമിനേറ്ററിൽ മാത്രമാണ് മാറ്റങ്ങൾ വരുന്നത്. ആൻഡ് ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു 0.89. ഇനി നമ്മൾ ചെയ്യേണ്ടത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. ഹസ്ബൻഡ്സ് ഏജ് ആണല്ലോ എക്സ്, അപ്പം ഹസ്ബൻഡ്സ് ഏജ് ഓൺ വൈഫ്സ് ഏജ്. കൺഫ്യൂഷൻ ആവണ്ട, നമ്മളിപ്പോ എക്സ് ഓൺ വൈ എന്ന് തന്നെ പറഞ്ഞാൽ മതി. നമ്മൾ ഹസ്ബൻഡ്സ് ഏജും വൈഫ്സ് ഏജും എക്സ് ആൻഡ് വൈ ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എക്സ് ഓൺ വൈ ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ആ രീതിയിൽ നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻസിൽ കിട്ടിയ വാല്യൂസ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് മൈനസ് എക്സ് ബാർ ഈസ് 30. ദെൻ ബി എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് 0.75 ആണ് ഇൻറ്റു വൈ മൈനസ് 25. വൈ ബാർ 25 ആണ്. അപ്പൊ അതിൽ നമ്മൾ എക്സ് ഇപ്പുറത്തെടുത്ത് 30 അപ്പുറത്തേക്ക് പ്ലസ് 38 കൊണ്ടുവന്ന് നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ. ആ ഫോമിൽ നമുക്ക് കിട്ടുന്നുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 0.7y പ്ലസ് 11.25. ഇനി റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സും ഫൈൻഡ് ചെയ്യണമല്ലോ. അതും സെയിം മെത്തേഡിൽ നമ്മൾ വൈ മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആ ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെയും ഒരു റിഗ്രഷൻ ഇക്വേഷൻ ലൈന് കിട്ടും. y is equal to 0.89x minus 1.7. അപ്പൊ നമുക്ക് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈയും കിട്ടിയിട്ടുണ്ട്. റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ട് എന്താന്ന് നോക്കാം. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ഹസ്ബൻഡ്സ് ഏജ് വെൻ വൈഫ്സ് ഏജ് ഈസ് 16. അതിന്റെ കൂടെ കാൽക്കുലേറ്റ് വൈഫ്സ് ഏജ് ഇഫ് ഹസ്ബൻഡ്സ് ഏജ് ഈസ് 40. ഈ രണ്ടും നമ്മളൊന്ന് ചെയ്തു നോക്കാം. ഹസ്ബൻഡ്സ് ഏജ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ റിഗ്രഷൻ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത് എക്സിനാണ്. എക്സ് ഇസ് ഈക്വൽ ടു 0.75y പ്ലസ് 11.25. ഇനി വൈഫ്സ് ഏജ് y ആണല്ലോ. സോ y ഇസ് ഈക്വൽ ടു 0.89x മൈനസ് 1.7. ഇപ്പൊ രണ്ടിന് ഇക്വേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഹസ്ബൻഡ്സ് ഏജ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് വൈഫിന്റെ ഏജ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സെക്കൻഡ് ഫോർമുലയാണ്. വൈ വെച്ച് തുടങ്ങുന്ന ഈ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്ക് ഹസ്ബൻഡ്സ് ഏജിന്റെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് അതൊന്ന് കണ്ടു നോക്കാം. When wife's age is 16, husband's age is equal to
വൈഫിന്റെ ഏജ് 16 ആണെങ്കിൽ ഹസ്ബൻഡിന്റെ ഏജ് എത്ര? അപ്പൊ ഹസ്ബൻഡിന്റെ ഏജ് ആണല്ലോ കാണാനുള്ളത്. അപ്പൊ എക്സ് ആണ് കാണാനുള്ളത്. എക്സ് ഇസ് ഈക്വൽ ടു 0.75y പ്ലസ് 11.25. അപ്പൊ ഹസ്ബൻഡ്സ് ഏജ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, ഈ വൈ വാല്യൂസ് ഒക്കെ അതിൽ അപ്ലൈ ചെയ്ത് നോക്കാം. 0.75 ഇൻറ്റു വൈഫിന്റെ ഏജ് 16 ആണല്ലോ. വൈ 16 ആകുമ്പോൾ എന്താണ് ഹസ്ബൻഡിന്റെ ഏജ് എന്നല്ലേ ചോദിച്ചത്. അപ്പോൾ വൈ നമ്മൾ 16 എടുക്കുന്നു പ്ലസ് 11.25. അപ്പൊ നമുക്ക് 23.25 ആണ് ഇവിടെ ഹസ്ബൻഡിന്റെ ഏജ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആ രീതിയിൽ നമുക്ക് സെക്കൻഡ് പാർട്ട് ചെയ്ത് നോക്കാം. ഹസ്ബൻഡിന് 40 വയസ്സാകുമ്പോൾ വൈഫിന് എത്രയായിരിക്കും ഏജ്? അപ്പൊ നമുക്ക് ഇവിടെ വൈ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. വൈഫ്സ് ഏജ് ഇസ് വൈ. അപ്പൊ ഈ ഫോർമുല യൂസ് ചെയ്യാം. വെൻ എക്സ് ഈസ് 40, y or wife's age is equal to, ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ 0.89 ഇൻറ്റു എക്സ് 40 ആണല്ലോ, ഇൻറ്റു 40 മൈനസ് 1.7. ആൻസർ ഈസ് 33.9. ഈ രീതിയിൽ നമുക്ക് എക്സിന്റെയോ വൈന്റെയോ ഏത് വാല്യൂ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻസ് പ്രഡിക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. ഹസ്ബൻഡിന് 100 വയസ്സാകുമ്പോൾ വൈഫിന് എന്തായിരിക്കും ഏജ് എന്ന് നമുക്ക് കാണണമെങ്കിൽ വൈഫ് ആണല്ലോ അപ്പൊ ഡിപ്പെൻഡന്റ് ആയത്. അപ്പൊ വൈ എടുക്കുക, വൈ ഇസ് ഈക്വൽ ടു ഉള്ള ഫോർമുല എടുക്കുക. വൈഫിന് 60 അല്ലെങ്കിൽ 100 ഏജ് ആകുമ്പോൾ ഹസ്ബൻഡിന്റെ ഏജ് എത്രയെന്ന് കാണാനായിട്ട് നമുക്ക്, അപ്പൊ ഹസ്ബൻഡ് ആണ് ഡിപ്പെൻഡന്റ് ആയത്. അപ്പൊ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 0.75 എന്നുള്ള ആ ഇക്വേഷൻ എടുക്കുക. ഈ രീതിയിലാണ് നമുക്ക് ഓരോ പ്രോബ്ലവും റിഗ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് പ്രഡിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എക്സിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം വൈ ബേസ് ചെയ്തിട്ട്, വൈനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം എക്സിനെ ബേസ് ചെയ്തിട്ട് ഒക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് എങ്ങനെ കാണാം, റിഗ്രഷൻ കോഎഫിഷ്യൻസ് എങ്ങനെ കാണാം ഒക്കെ പഠിച്ചു. ഇനി കോറിലേഷൻ കോഎഫിഷ്യന്റും റിഗ്രഷൻ കോഎഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ബി വൈ എക്സ് ഒരു റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണല്ലോ. ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓഫ് വൈ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഓഫ് എക്സ്. ആർ ഈസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ബി വൈ എക്സ് നമ്മുടെ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഓഫ് വൈ ഓൺ എക്സ്. അപ്പോൾ ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ വൈ ബൈ സിഗ്മ എക്സ്. സിമിലർലി ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ വൈ. അതേപോലെ തന്നെ ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ചെയ്താൽ നമുക്ക് ആർ സ്ക്വയർ ആണ് കിട്ടുക. ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. അപ്പൊ നമുക്ക് ആർ കാണണമെങ്കിലോ ഈ സ്ക്വയർ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് സ്ക്വയർ റൂട്ട് ആക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു ആർ, ഓർ ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ. നമുക്ക് ക്വസ്റ്റ്യൻസിൽ പലപ്പോഴും ഇങ്ങനെയൊക്കെ വരും. ബി എക്സ് വൈയും ബി വൈയും കൊടുത്തിട്ട് ബി വൈ എക്സും കൊടുത്തിട്ട് ആർ സ്ക്വയർ ഒക്കെ കാണാനോ തിരിച്ചു കാണാനോ ഒക്കെ ചിലപ്പം വരും. ആ സമയത്ത് നമുക്ക് ഈ റിലേഷൻഷിപ്പിന്റെ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. Now let us understand the properties of regression lines. The two lines, രണ്ട് regression lines ഉണ്ടല്ലോ, both the lines intersect at x bar y bar. x ബാറും y ബാറും മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിലാണ് regression lines intersect ചെയ്യുന്നത്. When r is equal to 1, the two lines coincide. r 1 ആണെങ്കിൽ there is perfect correlation. അപ്പോ x എങ്ങനെ നീങ്ങുന്നു അതേപോലെയാണല്ലോ r നീങ്ങുന്നത്, പെർഫെക്റ്റ് കോറിലേഷൻ. അപ്പൊ രണ്ട് ലൈൻ ഉണ്ടാവില്ല, രണ്ടും കൂടി കോയിൻസൈഡ് ചെയ്തിട്ട് സിംഗിൾ ആയിട്ട് മാറും. ടു ലൈൻസ് വിൽ കോയിൻസൈഡ്. When r is equal to 0, r 0 എന്ന് വെച്ചാൽ രണ്ട് വേരിയബിൾസും തമ്മിൽ ഒട്ടും കോറിലേറ്റഡ് അല്ല, സീറോ കോറിലേഷൻ ആണ്. അപ്പൊ രണ്ടും രണ്ട് രീതിയിലാണ് മൂവ് ചെയ്യുക. The two lines are mutually perpendicular. അവർ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് നമുക്ക് കിട്ടുക. Next, let us understand the properties of regression coefficients bxy and byx. The sign of both equations will be the same, positive or negative. bxy നെഗറ്റീവ് ആണെങ്കിൽ byx നെഗറ്റീവ് ആയിരിക്കും, byx നെഗറ്റീവ് ആണെങ്കിൽ bxy നെഗറ്റീവ് ആയിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയിരിക്കും. Product of regression coefficients is the square of correlation coefficient.
എന്ന് വെച്ചാൽ bxy into byx is equal to square of correlation coefficient r square. Then byx and bxy will have the same sign as r. r എന്ന് വെച്ചാൽ കോറിലേഷൻ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ byx ഉം bxy ഉം പോസിറ്റീവ് ആയിരിക്കും. r നെഗറ്റീവ് ആണെങ്കിൽ bxy ഉം byx ഉം നെഗറ്റീവ് ആയിരിക്കും. Then when there is perfect correlation, byx and bxy are reciprocals of each other. പെർഫെക്റ്റ് കോറിലേഷന്റെ കേസിലാണെങ്കിൽ bxy ഉം byx ഉം reciprocals ആണ്. Then both the regression coefficients will not be greater than 1. bxy ഉം byx ഉം കൂടി greater than 1 ആവില്ല. ഒന്ന് greater than 1 ഉം മറ്റേത് less than 1 ഉം ആകാം. അല്ലെങ്കിൽ രണ്ടും കൂടെ less than 1 ആകാം. രണ്ടിനും കൂടി greater than 1 ആവാൻ കഴിയില്ല. ഈ രീതിയിലാണ് നമ്മൾ റിഗ്രഷൻ ചെയ്യുന്നത്. അതിൽ രണ്ട് മെത്തേഡ് പഠിച്ചു. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡും പഠിച്ചു, ലീസ്റ്റ് സ്ക്വയർ മെത്തേഡും പഠിച്ചു. ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡിൽ നമ്മൾ എക്സിന്റെയും വൈന്റെയും വാല്യൂസ് ഒക്കെ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഒരു എക്സ് വാല്യൂ ഒരു വൈ വാല്യൂ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റ്സ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഓരോ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സും പ്ലോട്ട് ചെയ്തിട്ട് ആ രണ്ട് പോയിന്റ്സിൽ തൊട്ടടുത്തുള്ള രണ്ട് പോയിന്റ്സിന്റെ ഈക്വൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് ഏകദേശം നമ്മൾ ഫ്രീ ഹാൻഡ് കർവ് കൈകൊണ്ട് അങ്ങ് വരക്കുകയാണ്, മെഷർമെന്റ് ഒന്നും ഇല്ലാതെ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റ് പൊസിഷനിലാവണമെന്നില്ല, കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിപ്പോയേക്കാം. ഈ ഒരു ലൈന് വെച്ചിട്ടാണ് നമ്മൾ എക്സ് ആക്സിസിലേക്കോ വൈ ആക്സിസിലേക്കോ ലൈന് വരച്ചിട്ട് എക്സ് ഇത്രയാണെങ്കിൽ വൈ എത്ര, അല്ലെങ്കിൽ വൈ ഇത്രയാണെങ്കിൽ എക്സ് എത്ര എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. സെക്കൻഡ് മെത്തേഡ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇക്വേഷൻസ് യൂസ് ചെയ്ത് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഒക്കെ കണ്ട് റിഗ്രഷൻ ലൈനിൽ കൊണ്ടെത്തിച്ച് y is equal to a plus bx ഓ x is equal to a plus by ഓ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂസ് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ലൈൻ വരക്കാം. ആ ലൈൻ എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഓൾമോസ്റ്റ് നമുക്ക് 100% അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ സാമ്പിളിങ്ങിലെ പ്രശ്നങ്ങൾ വന്നേക്കാം, നമ്മൾ എടുക്കുന്ന വാല്യൂസിൽ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ വന്നാൽ ചിലപ്പോൾ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന എറേഴ്സിനെ നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് എന്ന് പറയും. പക്ഷെ എന്നാലും ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ലൈന് വരച്ചാൽ ആ ലൈന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഓരോ എക്സിനെയും വൈനെയും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ that will be more accurate. Now thank you for watching this.